ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു പഴുത്ത പപ്പായ കിട്ടിയപ്പോൾ അത് വെച്ച് ഞാൻ നല്ലൊരു അടിപൊളി ഹലുവ തയ്യാറാക്കി കേട്ടോ. അപ്പോൾ ആ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ പപ്പായ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹലുവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തൊരു പപ്പായ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം നമുക്ക്. അതേ ഞാൻ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പായ എല്ലാം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ കപ്പങ്ങ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് കളറ് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങ ഇതിനകത്തേക്ക് ഈ പാലിലോട്ട് ഈ നെയ്യിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പപ്പായ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നെയ്യും അതുപോലെ പപ്പായയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട, അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി മുറി തേങ്ങ ചിരകി പിഴിഞ്ഞതിൻ്റെ പാലെടുത്തേക്കുന്നതാണ്. അതിനകത്തേക്ക് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഈ കോൺഫ്ലവറും അതുപോലെ നമ്മുടെ തേങ്ങാപ്പാലും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തിളച്ച് വന്ന ഈ കപ്പങ്ങയിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈ വിടാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ ഹലുവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇളക്ക് തന്നെയാണ് കേട്ടോ. നല്ല പണി തന്നെയാണത്. നമുക്ക് കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നമ്മളിത് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യം വന്ന സമയത്ത് അല്പാൽപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് സമയം തന്നെ ഇളക്കിയതിന് ശേഷം നോക്കിയാൽ നമ്മുടെ ഈ പാനിയിൽ നിന്നൊക്കെ പതിയെ വിട്ട് വന്ന് തുടങ്ങി കേട്ടോ. ഒരുമാതിരിയൊക്കെ ഈ പാനിയിൽ നിന്ന് വിട്ട് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 ഏലക്കായ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൽ നിന്ന് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ഇതിൽ നന്നായിട്ടൊന്ന് വരട്ടി തന്നെ എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ഞാനിത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ പാനിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിട്ട് ഒരു ഹലുവയുടെ രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഈ രീതിയിൽ പാനിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിട്ട് നെയ്യൊക്കെ ഇതുപോലെ കക്കി വന്ന ഈ സമയത്ത് നമുക്ക് ഇത് നമ്മൾ സെറ്റ് ആവാനായിട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അടിയിലായിട്ട് അല്പം നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ബാക്കിയുള്ളത് അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെളുത്ത എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല.
അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹലുവയുടെ മിക്സ് അതിനകത്തേക്ക് സെറ്റാവാനായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് നല്ല തവി എന്തെങ്കിലും വെച്ച് ഒന്ന് നിരത്തി ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ ഹലുവ തയ്യാറാക്കിയത്. ഇനിയിപ്പോൾ ഞാനിത് രാവിലെയാണ് കേട്ടോ മുറിക്കണത് നോക്കി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പപ്പായയുടെ ഹലുവ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്